ഓക്കെ താങ്ക്സ് ഡാ. അമ്മേ, എങ്ങനെയുണ്ടായിരുന്നടാ യാത്ര? ബോംബെയിൽ നിന്നും ഫ്ലൈറ്റിൽ എയർപോർട്ട്, അവിടെ നിന്ന് കാറിൽ ഇങ്ങോട്ട്. സുഖം, സ്വസ്ഥം, സുസ്മിതം. ഒന്ന് പോടാ അവിടുന്ന്. അമ്മാവന് സുഖം തന്നെയല്ലേ? നിന്റെ കല്യാണം നടത്താതെ ചേച്ചി എനിക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല. അത് എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ? ഇങ്ങോട്ട് വാടാ. വാ. വത്സ്യ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദി. ഭഗവാനെ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ഇന്നിപ്പോ അവന്റെ 4ാമത്തെ പെണ്ണ് കാണലാ നടന്നത്. അവൻ എന്തിയേ? ഏതോ കൂട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു പോയതാ. ഇപ്രാവശ്യം അവന്റെ കല്യാണം നടത്താതെ തിരിച്ചു പോണ്ടി വരുമോ? ശാപം, എല്ലാം ഈ ഇല്ലത്തിന്റെ ശാപം. നാളെ രാവിലെ തന്നെ നമുക്ക് ആ ജോത്സ്യൻ കുടമാളൂർ ശർമാജിയെ പോയി കാണണം. നീ ആ കുറുപ്പിനോട് പറ കുടമാളൂർ ശർമാജി ഒന്ന് വിളിക്കാൻ. നാളെ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ജയശ്രീ തമ്പുരാട്ടി, നിലമ്പൂർ തിരുവല്ലം കോവിലകം. ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു. മുജ്ജന്മ ബന്ധം? മുജ്ജന്മ ബന്ധം. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കൂടുമാറ്റം എന്ന് പറയും. കണക്കിൽ അത്രയ്ക്കൊരു സൂചന കാണുന്നു. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതിന് ദോഷം വല്ലതും? ദോഷമുണ്ട്, അതിന് പ്രതിവിധിയുമുണ്ട്. വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം. ദോഷങ്ങളെല്ലാം മാറും. എങ്കിലും സൂക്ഷിക്കണം. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? അതെ, ഇത് നിലമ്പൂരില്ലവാ. തിരുമേനിയല്ല, ഇവിടുത്തെ കാര്യസ്ഥനാ. അമ്പലപ്പുഴ പുതുമന ഇല്ലെത്തുന്നോ? ഞായറാഴ്ച വരുമെന്നോ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ശരി, ഓക്കെ. തിരുമേനി, അമ്പലപ്പുഴ പുതുമന ഇല്ലെത്തൊന്ന് വിളിച്ചിരുന്നു. പുതുമന? ബോംബെയിലെ കോൾഗേറ്റിൽ വർക്കാണ് പയ്യൻ. പേര് വിഷ്ണു. അച്ഛനില്ല, അമ്മയും ഒരു അമ്മാവനുണ്ട്. നമ്മൾ മാതൃഭൂമി മാട്രിമോണിയിൽ കണ്ട പരസ്യം. അതെ, അടുത്ത ഞായറാഴ്ച അവർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. വന്നോട്ടെ. അപ്പോ എന്നാ കൈമള് പോയി പാടത്ത് പണിക്കാർക്ക് ശമ്പളം കൊടുത്തോളൂ. മാളു, ആ പുറത്തെ ചെമ്പിൽ വെള്ളം ചൂടാക്ക്. ഇരിക്കെ. ഞാൻ പറഞ്ഞതേ വാലിക്കാതി കേൾക്കണ്ടെന്ന് കരുതില്ല. നമ്മള് ജയശ്രീക്ക് വേണ്ടി ആലോചിച്ച അമ്പലപ്പുഴ കേസില്ലേ, അവര് പെണ്ണ് കാണാൻ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗുരുവായൂരപ്പ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഇത് നടക്കും. നടക്കാതിരിക്കാൻ എന്താ കാരണം? നാട്ടുകാര് വല്ലതും? ഒരു ഏബിനും ഒന്നും പറയാൻ പോണില്ല. തീർത്ത് കളയും ഞാൻ. പിന്നെ അവളോട് പറഞ്ഞേക്കണം, പഴയ കഥകളൊന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുതെന്ന്. മനസ്സിലാവുണ്ടോ?
ചേച്ചി എന്താ മോളെ? ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന്. അടുത്ത ഞായറാഴ്ച ചേച്ചിയെ കാണാൻ അവര് വരും. കൈമള് തിരുമേനിയോട് പറയുന്ന കേട്ടതാ. മാള് പൊയ്ക്കോളൂ കേട്ടോ, ഞാൻ വന്നോളാം. ശരി. പൊയ്ക്കോ. എന്റെ കുട്ടമാഷ് പാവം. മാഷ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എവിടായിരിക്കും ദൈവമേ? ചുമ്മാ ഭവാനി, ഞാൻ പോയിട്ട് വരാം. പലചരക്ക് സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് കുട്ടന്റെ കൊടുത്തിട്ടുണ്ട്. നീ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരുമ്പോഴേ അതോടെ മേടിച്ചോണ്ട് വരാം കേട്ടോ. ശരി അച്ഛാ. ഓ, ഇന്ന് അമ്പാട്ടെ തെങ്ങൽ ആദ്യം തുടങ്ങാം. എന്റെ അച്ഛന്റെ കുടികിടപ്പുകാരനായിരുന്നു ചെത്തുകാരൻ വേലായുധൻ. വേലായുധന്റെ ഒരേ ഒരു മകനാണ് കുട്ടമാഷ്. കണക്കിൽ മോശമായിരുന്ന എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഒരു ദിവസം കുട്ടമാഷ് ഇല്ലത്തെത്തി. ജയശ്രീ കണക്കിന് തീരെ മോശമല്ലേ? ഞാൻ ജയശ്രീക്ക് കണക്കിന് കൂടുതൽ മാർക്ക് മേടിച്ചു തരും. ജയശ്രീ ചിരിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ ഒരു പരിശുദ്ധമായ പ്രേമത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ദ്രനീലമെഴുതിയ മിഴികൾ മഹേന്ദ്രജാലത്തിലോ പത്മരാഗം ചൂടിയ ചോടികൾ തൻ മൗനരാഗത്തിലോ അലിഞ്ഞു പോയെന്റെ ഹൃദയം, കളഞ്ഞു പോയെന്റെ ഹൃദയം.